ജെൻസന്റെ കൈ പിടിച്ച് പതിയെ വേദനകളെ ഉൾക്കൊള്ളുകയാണ് ശ്രുതി. ചൂരൽമല സ്വദേശിയായ ശ്രുതിക്ക് കുടുംബത്തെ ഉരുൾപൊട്ടലിൽ മുഴുവനായി നഷ്ടമായി. പ്രതിശുദ്ധവരനായ ജെൻസൺ താങ്ങും തണലുമായി ശ്രുതിക്കൊപ്പം നിൽക്കുന്നു. ഒരു മാസം മുൻപ് നടന്ന വിവാഹ നിശ്ചയ ദിവസത്തെ ഫോട്ടോകൾ. എന്തൊരു സന്തോഷമായിരുന്നു. കൃത്യം ഇനി 20 ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കേണ്ടതായിരുന്നു. കെങ്കേമമായി. അന്ന് ശ്രുതിയെ അച്ഛൻ കൈപിടിച്ച് ജെൻസനെ ഏൽപ്പിക്കുമായിരുന്നു. കുതിച്ചെത്തിയ മണ്ണ് ആ കാഴ്ചകളെ മായ്ച്ചു കളഞ്ഞു. അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം നഷ്ടമായി എന്ന സത്യം കോഴിക്കോട്ടെ ജോലി സ്ഥലത്തിരുന്ന് ശ്രുതി തിരിച്ചറിഞ്ഞു. തളർന്നു വീണ ശ്രുതി മേപ്പാടി ക്യാമ്പിലായിരുന്നു. അന്നു മുതൽ ഇന്നു വരെയും ഇനി അങ്ങോട്ടും ഒപ്പമുണ്ടാകുമെന്ന് തെളിയിച്ച് ജെൻസൺ ശ്രുതിക്ക് കൂട്ടിരുന്നു. തളർന്നു വീഴുമ്പോൾ താങ്ങുന്ന ജെൻസന്റെ തോളാണ് ശ്രുതിയുടെ ശക്തി. 2:30 ടൈം ആയപ്പോൾ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോള് വന്നായിരുന്നു. ചേച്ചീൻ്റെ കോള് വന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ ഔട്ട് ഓഫ് റേഞ്ചാണ് ഫസ്റ്റൊക്കെ വന്നത്. പിന്നെ കുറേ ഒരു അരമണിക്കൂർ 3 മണിയൊക്കെ ആയ സമയത്ത് വിളിച്ചു നോക്കിയപ്പോൾ ഫോണ് മൊത്തത്തിൽ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ കൂടി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വരികയും ചെയ്തു. നേരെ വീട്ടിലോട്ട് പോവാം. ക്യാമ്പിൻ്റെ സമയത്ത് ഈശാന എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ 41 കഴിഞ്ഞിട്ട് കൊണ്ടുപോകുക, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓർമ്മകൾ വേട്ടയാടുന്ന വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങാൻ തീരുമാനിക്കുകയാണ് ഇവർ. വയനാട്ടിൽ നിൽക്കണമെന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിനെ കൂടുതലും ഞാൻ തന്നെയായിരിക്കും പുറത്തോട്ട് കൊണ്ടുണ്ടാവുക. നാട്ടിൽ നിന്ന് അവിടുന്ന് കോഴിക്കോട് നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലീവിന് വരുമ്പോൾ അനിയത്തിനെ കൂടി ഞാനായിരിക്കും സിനിമയ്ക്കും അവിടേക്ക് ഇവിടേക്ക് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ പ്ലേസ് പോകുമ്പോഴും ഞാൻ ഇവളായിട്ട് വന്നിട്ടുണ്ടല്ലോ, അമ്മനെ കൊണ്ടുപോകും, അച്ഛൻ്റെ കൂടെ വന്ന, അങ്ങനെ ഓരോ ഓർമ്മയാണ് എല്ലായിടത്തും കാണുമ്പോഴും. ശ്രുതി ഈ വേദനകളെ കുറച്ചെങ്കിലും അതിജീവിക്കും. കാരണം അവളെ അറിയുന്ന ഒരാളിൻ്റെ കരുതൽ കൂടെയുണ്ട്. ടീം 24 വയനാട്.